പച്ചക്കറി പറിക്കാം. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായതാണ്. ഇതെന്ത് പാവയ്ക്ക, ഇത് വീടിൻ്റെ നേരെ മുറ്റത്ത്. ഇത് ഏതേലും വിത്ത് എല്ലാം കിടന്ന് പാവയ്ക്കയുടെ വിത്ത് എല്ലാം കിടന്ന് ഉണ്ടായി വന്നേ. നമുക്കപ്പോൾ പറിക്കാം കേട്ടോ. അയ്യോ അത് പിന്നീട് ഞാൻ പറിക്കും. ഇല്ലെന്നേ പറിച്ചില്ല. ഇതൊന്ന് പിടിക്കാവോ? ഇതൊന്ന് പിടിക്കും, ഞാൻ പറിക്കും. ഇത് നല്ല കയ്പ്പായിരിക്കും ഗൈസ്. ഇതോടെ പറിക്കാം ഗൈസ്. രണ്ട് പാവയ്ക്ക ഇരിക്കുന്നു കേട്ടോ. പിന്നെ അവിടെ കുറച്ച് തക്കാളി നിൽപ്പുണ്ട്. നമുക്കത് പഴുത്തെങ്കിൽ പറിക്കാം. അമ്പലമൊക്കെ നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പം കുറച്ചൊക്കെ ഞങ്ങൾ പറിച്ച് തന്നെ കറി വെച്ചു. നല്ലതാട്ടോ ഇത് കറി തോരൻ വെച്ച് കഴിഞ്ഞാൽ. പഴുത്ത തക്കാളി ഒന്നും ഇല്ല കേട്ടോ. ഇതേ പച്ചയാ ഇതുണ്ട്. പിന്നെ ഇങ്ങോട്ട് രണ്ട് കാ പോലെയല്ല, രണ്ട് കാ ഓരോന്നുണ്ടായി വരുന്നുണ്ട്. ഇവിടെ തീരെ ചെറിയ രണ്ടെണ്ണം. അതിൻ്റെ പൂവ് തക്കാളിപ്പൂ. അച്ചാച്ചന് കുറച്ച് വിത്ത് കിട്ടിയപ്പോൾ നട്ടതാട്ടോ. ഇപ്പോൾ പയറൊക്കെ ആയി. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട്. ഇത് കുറേ വിത്ത് കിട്ടിയപ്പോൾ നട്ടതാണ്. ഇത് ആദ്യമായിട്ടാണ്. എന്താ ചേച്ചിക്ക് അറിയാൻ തോന്നുന്നു പറയാം. കറിയാ വെച്ച് തോരൻ വെക്കാം. അറിയാം. ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നതും ഇവിടെ ഉണ്ടാവുന്നതും പറിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാട്ടോ. അത്യാവശ്യം നേരിടുന്ന് പറിക്കാം. നല്ല രസമുണ്ട് കേട്ടോ ഈ ഇല കാണാൻ. ഒത്തിരി അടിയിൽ നിന്ന് വേണ്ട, കുറച്ച് അത്യാവശ്യം നേടിയിൽ നിന്ന് പറിക്കാം. എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഈ ഇല കാണാൻ. കറി വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം. ശരിയാണ് ചെല്ല പച്ചമുളകാട്ടോ. അവിടെ കിളുത്തിട്ടുണ്ടല്ലോ. ഇവിടെ ഒക്കെ അതിൻ്റെ തൈ വന്നിട്ടുണ്ട്. നമുക്കിനി മുളകിന് എവിടെയും പോകണ്ട. അതെ ഒരെണ്ണം. ഇത് പച്ചമുളക് ഇതൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ ആകുമ്പോൾ നമുക്ക് പറിക്കാം. കോളുണ്ട്, നമുക്ക് കുറച്ച് കോവയ്ക്കയും കൂടെ പറിക്കാം. എല്ലാം ചെറുതായിട്ട്. മേളിലുണ്ട് ഇഷ്ടംപോലെ വലുത്. ഒരു കൊല കോവയ്ക്ക. അതെന്താ അത്? അയ്യോ മിക്കവാറും ചാടേണ്ടി വരും പറിക്കാൻ. അയ്യോ കണ്ണിപ്പൊടി പോയി. വിത്താണ് കേട്ടോ ചുമലച്ചീര. എനിക്ക് ചീര ഭയങ്കര ഇഷ്ടമായി വരുന്നതേ ഉള്ളൂ. ഇതാണ് ഗൈസ് കുപ്പച്ചീര, പച്ച നിറത്തിലാണുള്ളത്. ഇതും പറയുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഇത് കണ്ടോ, ഇതെന്താ സാധനം?